ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് വെൽക്കം ടു മല്ലു ഫുഡ് സ്റ്റോറീസ്. ഇന്നത്തെ റെസിപ്പി എന്താ അറിയോ? ഒരു സിംഗർ ക്ലബ് സാൻഡ്വിച്ച് ആണ് കേട്ടോ. അതിന് വേണ്ടി ആദ്യം കുക്കുംബറും പിന്നെ മുട്ട ഓംലേറ്റ് ആക്കിയിട്ട് ജസ്റ്റ് കുരുമുളക് ഉപ്പിട്ട് ഓംലേറ്റ് ആക്കിയിട്ട് എടുത്ത് വെക്കാം. പിന്നെ നമുക്ക് ബ്രെഡ് വേണം. പിന്നെ ഇതിൽ ഫില്ല് ചെയ്യാനുള്ള ചിക്കൻ, ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ പോപ്കോൺ ഇല്ലേ, എൻ്റെ ലാസ്റ്റ് വീഡിയോ നോക്കിയാൽ മതി, അതൊന്ന് കട്ട് ചെയ്തിട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ബ്രെഡ് സ്ലൈസസ്, സാൻഡ്വിച്ച് ബ്രെഡ് ആണെങ്കിൽ കുറച്ചും കൂടി പൊളിക്കും. അതിൻ്റെ മേലിലേക്ക് മയണൈസ് സ്പ്രെഡ് ചെയ്യുക. നിങ്ങൾക്ക് ഹോം മെയ്ഡ് മയണൈസ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആണെങ്കിൽ യൂസ് ചെയ്യുക, ഗാർലിക് മയോ യൂസ് ചെയ്യുക, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുക. അതിൻ്റെ മയോ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലത്തെ ആ ഒരു ചിക്കൻ പോപ്കോൺ കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കുക. ഇന്നലത്തേത് പറയാൻ കാരണം ഇതിൻ്റെ റെസിപ്പി ലാസ്റ്റ് വീഡിയോയിലാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ 4 സ്ലൈസസ് ആണ് ക്ലബ് സാൻഡ്വിച്ചിന് എടുക്കുന്നത്. അപ്പോൾ 4 ലെയർ ആയിട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കെച്ചപ്പ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി സ്പ്രെഡ് ചെയ്യുക. അതേപോലെ തന്നെ മയോൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ അത്രയും ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അത് രണ്ടാമത്തെ ലെയറായിട്ട് വെക്കുക. അത് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് ഉൾട്ടയായിട്ട് വെച്ചതുകൊണ്ട് തന്നെ പിന്നെയും മേളിലേക്ക് കുറച്ചും കൂടി കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചിട്ട് വെച്ചിട്ട് ആ കെച്ചപ്പിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. കെച്ചപ്പ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ചെയ്തു, കാരണം കുറച്ചും കൂടി ഒരു സോഫ്റ്റും ജ്യൂസി പോലെയൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും ക്ലബ് സാൻഡ്വിച്ച്. പിന്നെ അതിൻ്റെ മേളിലേക്ക് വെച്ചതാണ് ഞാൻ കുക്കുംബർ സ്ലൈസ് ചെയ്തിട്ട് വെക്കുക കേട്ടോ, നേരെ സ്ലൈസായിട്ട്. ഇവിടെ നിങ്ങൾക്ക് ക്യാബേജോ ലെറ്റ്യൂസോ എന്ത് വേണമെങ്കിലും വെക്കാം. കുക്കുംബർ പിന്നെ ആ ഒരു പിക്കിൾ സ്റ്റൈൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് വെച്ചതാണ്. പിന്നെ നെക്സ്റ്റ് ബ്രെഡ് സ്ലൈസ് വരുന്നു, അതിൻ്റെ മേലിലേക്ക് പിന്നെയും മയണൈസ് വരുന്നു. ഇതൊക്കെ ശരിക്കും കഫേയിൽ പോയിട്ട് നമ്മൾ പൈസയും കൊടുത്ത് വാങ്ങി കഴിക്കുന്ന സാധനമല്ലേ. ഇതൊക്കെ ഭയങ്കര ഈസി ആട്ടോ വീട്ടിലുണ്ടാക്കാൻ. നമ്മളെ വീട്ടിൽ ബ്രെഡൊക്കെ ബാക്കി ഉണ്ടെങ്കിലല്ലേ വേഗം ചെയ്യാൻ പറ്റുന്ന. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വരുന്നത് നമ്മളെ മുട്ട ഓംലേറ്റ്. ജസ്റ്റ് കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് വെച്ചെന്നുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ മേളിലേക്ക് പിന്നെയും ബ്രെഡ് സ്ലൈസ് വരുന്നു. അപ്പോൾ നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട്. അഥവാ സിംഗർ ചിക്കൻ അല്ലെങ്കിൽ നോർമൽ ചിക്കൻ വേവിച്ചതാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല കേട്ടോ, വെറുതെ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെ 4 സ്ലൈസ് കൊണ്ട് നല്ല അടിപൊളി ക്ലബ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം. എനിക്ക് കുറച്ച് ടോസ്റ്റ് ചെയ്തിട്ടാട്ടോ ഇഷ്ടം. കുറച്ച് ബട്ടറിലിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തതിന് കുറച്ചും കൂടി ഫ്ലേവർ വരുമല്ലോ. പിന്നെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, ഒന്നിക്ക് സാൻഡ്വിച്ച് ബ്രെഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നോർമൽ ബ്രെഡ് ആണെങ്കിലും ഫ്രഷ് ബ്രെഡ് യൂസ് ചെയ്യുക. ഒരു 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ സോഫ്റ്റ്നെസ് പോകും, കുറച്ചൊരു ഹാർഡാവും. അപ്പോൾ ഒന്നെങ്കിൽ ചെറുങ്ങനെ ഒന്ന് സ്റ്റീം ചെയ്താൽ മതി, പക്ഷേ ഓവർ സ്റ്റീം ചെയ്താൽ സോഫ്റ്റായി പോവുകയും ചെയ്യും. അപ്പം നല്ല അടിപൊളി ക്ലബ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഇത് കുറച്ച് അടി കരിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ ആ വീഡിയോ എടുക്കുമ്പോഴേക്കും. പക്ഷേ കരിഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് ഓവർ കരിഞ്ഞൊന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഒന്നൊന്ന് ടോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്രിസ്പി ഫീൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ ക്ലബ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ മയവും കെച്ചപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് വേറെ ഡിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതേപോലത്തെ ഈസി റെസിപ്പീസ് ഫോളോ മല്ലു ഫുഡ് സ്റ്റോറീസ്.